വീണ്ടും മലപ്പുറത്തേക്കാണ്. മലപ്പുറം മങ്കടയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ, അവിടെ ഇടിമിന്നലേറ്റ് മരണമടഞ്ഞവരുടെ എണ്ണം 3 എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, മരണപ്പെട്ടവർ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 3 പേരാണ് ഇപ്പോൾ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഫഹദ്, സിയാദ്, റഷീസ് എന്നിവരാണവർ. ഇങ്ങനെ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ബാക്കി 3 പേർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഈ അപകടം നടന്ന ഉടനെ തന്നെ 6 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ 3 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കുരങ്ങൻചോല എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. 3 മണി 4 മണിയോടുകൂടി തന്നെ മലപ്പുറം ജില്ലയിൽ വിവിധ മേഖലകളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ഒക്കെ പെയ്തിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. പല മേഖലകളിലും, പാണ്ടിക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെ സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപതിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുരങ്ങൻചോല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലവും ഒക്കെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ വന്നിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വന്നിരിക്കുന്നതാണ്. അതിനാൽ തന്നെ മറ്റു ചില ആളുകളെങ്കിലും ഈ മിന്നലേറ്റ് കൂടുതൽ ദൂരത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച സംശയവും നാട്ടുകാർക്കിടയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ പ്രാഥമിക ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കുരങ്ങൻചോല എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 6 പേരും യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ മറ്റു വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അതിൽ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ഫഹദ്, സിയാദ്, റഹീസ് എന്നിങ്ങനെയാണ് മരണപ്പെട്ട 3 പേരുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ കാലാവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ജില്ലയിൽ ശക്തമായിട്ടുള്ള ഒരു മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ദിവസം തന്നെ ഇത്തരത്തിൽ ദാരുണമായ ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. 3 പേർ ആശുപത്രിയിലുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.